मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। സർ വരൂ നമുക്ക് കളിക്കാം. സോറി കിട്ടി, സോറി. ഓട്ടക്കലത്തിൽ വെള്ളം കോരിയ ഒരിക്കലും നിറയുകയില്ല. ഞാൻ എന്റെ ഈ എക്സസൈസ് ഒരിക്കലും നിർത്തുകയില്ല. അടികൈ. സാർ വരൂന്നേ, നമുക്ക് പുറത്തെവിടെങ്കിലും കറങ്ങാൻ പോയാലോ? ദിനോസർ പണ്ട് മരിച്ചുപോയൊരു ജീവി ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് TV. അടികൈ. സാർ വരൂ നമുക്ക് സിനിമ കാണാൻ പോയാലോ? മയിൽ നൃത്തം ചെയ്യുമ്പോ കാണാം മയിൽ പീലി. കിറ്റ് കാണുന്നില്ലേ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലി. അടികൈ. അടിച്ചു പൊളിച്ചു തിമിർത്തു. കിട്ടി, എങ്ങോട്ടെങ്കിലും പോവാണോ? ഞാൻ വീട് വിട്ട് പോവാ. വീട് വിട്ടിട്ടല്ലേ പോവാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് വീടും കൊണ്ട് പോവാൻ പറ്റില്ലല്ലോ. ഇവിടെ മണ്ട, ഞാൻ ഇവിടെ എന്നേക്കായി പോവാന്നാ പറഞ്ഞത്. പക്ഷെ എന്തിനാ പോകുന്നേ? കാരണം ഖന്ന സാറിന് എന്നെ തീരെ ഇഷ്ടമല്ല. പക്ഷെ നീ എങ്ങോട്ട് പോകും? ഈ ലോകം വളരെ വലുതാ, ഞാൻ എങ്ങോട്ടേലും പോവും. കിറ്റിയെ തടഞ്ഞു നിർത്തൂ. അവളെ നമുക്കിങ്ങനെ വിടാൻ പറ്റില്ല. വേഗം വാ. എന്തൊരു ഗതികേടാ. സമാധാനമായിട്ട് വഴിയിൽ നടക്കാനും പറ്റുന്നില്ലല്ലോ. ഖന്ന സാർ സന്ന സാറിന്റെ എല്ലാ പണിയും തീർത്തിരിക്കും. ഇവിടെ എത്ര ഒച്ചയാ. എനിക്ക് എന്നോട് തന്നെ വർത്താനം പറയാൻ പറ്റുന്നില്ല. നിന്റെ അടുത്തുള്ള സാധനങ്ങളല്ലോ ഞങ്ങൾക്ക് താ. ചെരുപ്പുണ്ട്, വേണോ? ഞങ്ങളോട് തർക്കിക്കാൻ നോക്കണോ? എന്നെ അടിക്കുന്നോ? പിടിക്കാവളെ. കിറ്റി, വീട്ടിലേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് സേഫ്റ്റി അല്ല. ഞാൻ വീട്ടിലേക്ക് വരില്ല. ഞങ്ങൾ നിങ്ങളുടെ കൊടുത്ത് വരാം. ഓഹോ, മിസ് കാട്ട്കർ, മിസ് കാട്ട്കർ. എന്ത് പറ്റി ഖന്ന സാർ? എന്താ ഇത്ര പരിഭ്രാന്തിയില്? കാട്ടിലെ ജിറാഫിനുണ്ട് നീളമുള്ള കഴുത്ത്. കിറ്റി തന്നിട്ട് പോയി. നമുക്കെല്ലാം ഈ എഴുത്ത്. അടികൈ. എന്താ ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല. ഞാൻ എന്റെ മോളെ പോലെയാണ് അവളെ സ്നേഹിക്കുന്നത്. എന്നാ വരൂ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി മിസ്റ്റർ പാണ്ഡ്യന്റെ അടുത്ത് ഒരു കംപ്ലൈന്റ് കൊടുക്കാം. വരൂ. കംപ്ലൈന്റ് ചെയ്യാം. ഞാൻ അവിടെ പോയപ്പോ പിന്നെ ഭയങ്കര രസമായിരുന്നല്ലോ. 640 രൂപ. ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലല്ലോ.
ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ അടുത്ത് ജോലി ഉണ്ടല്ലോ. ആ തൂത്ത് വരാൻ അറിയില്ലേ? ഇല്ല, ഒരിക്കലും അടിച്ചു വരിയിട്ടില്ല. അതെ, എന്താ ഈ കാണിക്കുന്നേ? പ്ലേറ്റ് പൊട്ടിയില്ല. ഞങ്ങൾ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ജോലി തുടങ്ങിയിരിക്കുന്നത്. 2 ദിവസം ചെയ്യേണ്ടി വരും. അതെ, ജോലി ചെയ്യുന്നോ അതോ പോലീസിനെ വിളിക്കട്ടെ? ഒന്ന് നിക്ക്. പോലീസ് വന്നല്ലോ. ആര് പറഞ്ഞു പോലീസ് സമയത്ത് എത്തില്ലെന്ന്? ഓടിക്കോ, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. അവിടെ നിക്കാനാ പറഞ്ഞത്. നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഇതോ ഞാൻ വരുന്നു, ഞാൻ നിന്നെ പിടിക്കാൻ പോവാണ്. നിക്കവിടെ. ഓടിക്കോ. എനിക്ക് വിശക്കുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. നീ എവിടെ ഉറങ്ങാനാ? വീട്ടിൽ പോയി നമുക്ക് ഉറങ്ങിയാലോ? ഞാൻ വീട്ടിലേക്ക് വരില്ല. എങ്കിലും പിന്നെ ഫുട്പാത്തിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും. സംശയമുണ്ടോ? എല്ലാ മൃഗങ്ങളും ഇവിടെ തെണ്ടടിച്ചല്ലോ. പുറത്തെ ജീവിതം എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ. വീട് വിട്ടിട്ട് കുറച്ച് മണിക്കൂറുകളായിട്ടുണ്ട് കിറ്റി. ഞാൻ പറയുന്നത് കേൾക്ക്, വീട്ടിലേക്ക് തിരിച്ചു പോവാൻ കിട്ടി. ഇല്ല, ജയിലിലേക്ക് തന്നെ പോവാം. ഒന്നുമില്ലെങ്കിൽ ഭക്ഷണം തല ചായ്ക്കാൻ ഒരു ഇടവും കിട്ടുമല്ലോ. രാവിലെ മുതൽ അന്വേഷിക്കുക. നീ ഇതെന്ത് പണിയാ കാണിച്ചത് കിട്ടി? എല്ലാവരെയും നീ വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ. സാർ എന്തുമാത്രം കരഞ്ഞെന്നറിയോ? കരയുന്നുണ്ടെന്നോ? അല്ലാതെ സന്തോഷിക്കുന്നാണോ? നിന്നെ എത്ര സ്നേഹിക്കുന്നെന്നറിയോ? രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ട് പോലുമില്ല. കേട്ടോ കിട്ടി, അന്നാ സാർ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സംശയമുണ്ടോ? ഇല്ല, ഒരു സംശയവുമില്ല. എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ ഇത്രയും നല്ല ഭക്ഷണം തന്ന് എന്നെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്രമാത്രം പ്രയാസപ്പെടണമെന്ന്. താമസിക്കാനും ഉറങ്ങാനും സ്ഥലം ഉണ്ടാവില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ഇനി ഒരിക്കലും വീട് വിട്ടു പോവില്ല. നന്നായി. ശരി, വന്ന് ജീപ്പിൽ കയറ്. ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. താഴെ വീണ് പോയാ പൊട്ടിപ്പോവും ചട്ടി. ഇപ്പോഴേത് പെരുവഴിയിലായിരിക്കും എന്റെ കിറ്റി. എന്താ ഇത്?
സുഹൃത്താരും കിട്ടിയിടൊപ്പം ഉണ്ടെന്ന് അല്ലേ സർ? എന്നെ സർ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. കിട്ടി വന്നു. കിട്ടി. നിന്നെ കാണാതെ ഞാൻ വളരെ വിഷമിച്ചു പോയി. കിട്ടി, നീ എന്നെ വിട്ട് എങ്ങോട്ടോ മറഞ്ഞു പോയി. അടികൈ. സോറി സാർ. ഇവരെല്ലാവരും എന്നെ പറഞ്ഞു മനസ്സിലാക്കി സാറിന് എന്നോട് എന്തോരം ഇഷ്ടമുണ്ടെന്ന്. ഇതുപോലൊരു തെറ്റ് ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല. നല്ല കാര്യം ചെയ്തു മക്കളെ. ഇന്ന് നിങ്ങൾ എല്ലാവരും സൗഹൃദത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി. എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവണം. താങ്ക് യു ഹണി. താങ്ക് യു ഹണി.